ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തിസാന്ദ്രമായ സായം ശ്രദ്ധയിലേക്ക് എല്ലാ യോഗബന്ധുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാരായണീയ പഠനയാത്ര കേരളത്തിലെ 14 ജില്ലകളും കർണാടകത്തിലെ ബാംഗ്ലൂരും മംഗലാപുരവും പഠനം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് കർണാടകത്തിലെ കൂർഗിലും മൈസൂരിലും അവിടെ നിന്ന് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളായ മുംബൈ, ഹൈദരാബാദ്, കൽക്കത്ത, തമിഴ്നാട് എന്നിവിടങ്ങളിലും അവിടെ നിന്ന് യാത്ര വിദേശ രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യമായ ദുബായ്, ഒമാൻ, മലേഷ്യ എന്നിവിടങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വസിക്കുന്ന മലയാളി യോഗബന്ധുക്കളാണ് ഇന്നത്തെ നാരായണീയ പഠനം അവതരിപ്പിക്കുന്നത്. ശ്രീമൻ നാരായണീയ പഠനത്തിന്റെ 90-ാം ദിവസമായ ഇന്ന് 80-ാം ദശകം സെമന്തക വ്യാഖ്യാനമാണ്. സെമന്തകം എന്ന് പറയുന്നത് ഒരു വിലമതിപ്പുള്ള രത്നമാണ്. വിലമതിപ്പുള്ള സാധനം കയ്യിലിരിക്കുമ്പോൾ അതുകൊണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് ഈ ദശകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പഠനത്തിൽ പങ്കെടുക്കുന്ന യോഗബന്ധുക്കളുടെ പേരുകൾ വായിക്കാം. ഒമാനിൽ നിന്നാണ് പഠനം തുടങ്ങുന്നത്. ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഒമാനിൽ നിന്ന് അനക്കണ്ണ, ഒരു കൊച്ചുമോനാണ്. ശ്ലോകങ്ങൾക്ക് പദച്ഛേദം പറഞ്ഞ് ശ്ലോകം ചൊല്ലിത്തരുന്നത് ദുബായിൽ നിന്ന് രമാക്കയാണ്. ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് ഹൈദരാബാദിൽ നിന്ന് സരസ്വതി അക്ക, ഒമാനിൽ നിന്ന് റാണി അക്ക, മുംബൈയിൽ നിന്ന് കൂർഗിൽ കർണാടകയിൽ നിന്ന് ഉഷ ഹരീഷ് അക്ക, മുംബൈയിൽ നിന്ന് ആനന്ദവല്ലി അക്ക, മലേഷ്യയിൽ നിന്ന് രുക്മിണി ഭാസ്കരൻ അക്ക, ഹൈദരാബാദിൽ നിന്ന് അനിൽകുമാർ അണ്ണ, ഒമാനിൽ നിന്ന് രാജപ്പൻ അണ്ണ, കൊൽക്കത്തയിൽ നിന്ന് രാമചന്ദ്രൻ അണ്ണ. പിന്നെ എക്സ്പ്ലനേഷന് കൂർഗ് കർണാടകയിൽ നിന്ന് വിജിത അക്ക, മുംബൈയിൽ നിന്ന് ജയശ്രീ ശിവപ്രസാദ് അക്കയുമാണ്. പിന്നെ സമർപ്പണ ശ്ലോകം തമിഴ്നാട്ടിൽ നിന്ന് കനകലക്ഷ്മി അക്ക. ലോക കല്യാണ മന്ത്രം മൈസൂരിൽ നിന്ന് രാകേഷ് അണ്ണ. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുവാനായി അനക്കണ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ അണ്ണ. ഹരിയോ. അഗജാനന പദ്മാർകം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മയേ ശ്രീ മഹാഗണപതായ നമഃ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദത്നോ നാരായണീയ നവനീത മഹോ ഗൃഹീത്വാ മായാമയൂഖ പരിതത്പജനായ യോഗാ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ സാരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാ സരസ്വതിയേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ.
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വളരെ ഭംഗിയായി ധ്യാന ശ്ലോകം ചൊല്ലിയ അന്നക്കണ്ണന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ചാൻഡിങ് ഗൈഡൻസിനായി രമയ്ക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരിയോം ഹരിയോം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 80 സ്യമന്തക ഉപാഖ്യാനം. ഇവിടെ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി അപരാധം കേൾക്കേണ്ടി വന്ന ഭഗവാന്റെ ഒരു കഥയാണ് വർണ്ണിക്കുന്നത് ഈ ഒരു ദശകത്തില്. ഇവിടെ സത്രാജിത്ത് എന്ന് പറയുന്ന യാദവ ശ്രേഷ്ഠന് സൂര്യ ഭഗവാനിൽ നിന്നും ലഭിക്കുന്ന സെമന്തകമണിയെ കുറിച്ചുള്ള വർണ്ണനയാണ്. അത് എങ്ങനെ ആരെയൊക്കെ വേദനിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പദച്ഛേദം നോക്കാം. ശ്ലോകം 1. സത്രാജിത് ത്വം അത ലുപ്തവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാചി. തത് കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യ ആത്മജാം ത്വയി രതാം ചലതോ വിവോഢും. സത്രാജിതസ്ത്വമദലുപ്തവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. സത്രാജിതസ്ത്വമദലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രഥാം ചലതോ വിവോഢും. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രഥാം ചലതോ വിവോഢും. സത്രാജിതസ്ത്വമദലുപ്തവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രഥാം ചലതോ വിവോഢും. സത്രാജിതസ്ത്വമദലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രഥാം ചലതോ വിവോഢും. ശ്ലോകം 2. അദത്തം പദച്ഛേദം നോക്കാം. തം തുഭ്യം മണിവരം അനേന അല്പ മനസാ പ്രസേന തദ് ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. അഹൻ ഏനം സിംഹോ മണി മഹസി മാംസഭ്രമവശാത് കബീന്ദ്രഃ തം ഹത്വാ മണിം അപി ച ബാലായ ദതിവാൻ. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപ മൃഗയാം. അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദതിവാൻ. അഹന്നേഹം സിംഹോ
मणिमहसि मां सभ्रमवशात् कबीन्द्रस्तं हत्वा मणिमविजबालाय ददिवान् अदत्तं तं तुभ्यं मणिवरमनेनाल्पमनसा प्रसेनस्तद्भ्राता गणभुवि वहन् प्राप मृगयाम् अहन्नेनं सिंहो मणिमहसि मां सभ्रमवशात् कबीन्द्रस्तं हत्वा मणिमभि च बालाय ददिवान् अदत्तं तं तुभ्यं मणिवरमनेनाल्पमनसा प्रसेनस्तद्भ्राता गलभुवि वहन् प्राप मृगयाम् अहन्नेनं सिंहो मणिमहसि मां सभ्रमवशात् कबीन्द्रस्तं हत्वा मणिमभिजबालाय ददिवान् ശ്ലോകം 3 പദച്ഛേദം നോക്കാം. ശശംസുഹു സത്രാജിത് ഗിരം അനു ജനാഹ ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തദഹ സർവജ്ഞോ അപി സ്വജനസഹിതഃ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അപി ഗതോഭൂഃ കപി ഗുഹാം ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണികരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂഃ ഗുഹാം തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകപി ഗുഹാം ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോപി സ്വജനോ മാർഗദൃഷ്ട്വാ ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണികരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകപി ഗുഹാം ശ്ലോകം 4 പദച്ഛേദം നോക്കാം. ഭവന്തം അവിതർക്കയൻ അതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കഥ ഇഹ രോതും ഇതി ആലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേ ഇതി അലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യതിത ഭക്ത ചൂടാമണിഃ ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കഹ ഇഹ രോതുമിത്യാലപൻ അവന്തമതിതർക്കയന്നതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കൈഹരോതുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യതിത ഭക്ത ചൂടാമണി വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം
വ്യഥിതഭക്തചൂടാമണിः ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം കിമാം കൈഹരോതുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിः ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണിः ഭവന്തമതിർക്കവയന്നതിവയാ സ്വയം ജാംഭവാൻ മുകുന്ദ ശരണം ഹി മാം കൈകരോദ്യുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയത്യേലം മുഷ്ടിഭിः ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണിः. ശ്ലോകം 5 പദച്ഛേദം നോക്കാം. ബുദ്ധ്വാ അത തേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ അനുഗൃണ്ണൻ അമും ആഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ. ബുദ്ധ്വാദതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ ബുദ്ധ്വാർത്ഥേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ അനുഗൃണ്ണന്നമുമാഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ. അനുഗൃണ്ണന്നമുമാഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ. ബുദ്ധ്വാദതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃണ്ണൻ അനുഗൃണ്ണന്നമുമാഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ. ബുദ്ധ്വാത്ത തേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹന്നൻ അനുഗ്രഹന്നൻ ഉമാഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ. ശ്ലോകം 6 പദച്ഛേദം. തദനു സ ഖലു വ്രീലാലോലഃ വിലോല വിലോചനാം ദുഹിതരം അഹോ ധീമാൻ വാമാം ഗിരൈഃ ഇവ പരാർപ്പിതാം അതിത മണിനാ തുഭ്യം ലഭ്യം സമ ഇതി ഭവാനപി പ്രമുദിത മനാഃ തസ്യൈഃ അവാദാത് മണിം ഗഹനാശയഃ. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ വാമാം ഗിരൈവ പരാർപ്പിതാം. അതനു സകലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം. അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാത് മണിം ഗഹനാശയഃ. അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാ തസ്യൈവാദാത് മണിം ഗഹനാശയഃ. തദനു സകലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ വാമാം ഗിരൈവ പരാർപ്പിതാം. അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാത് മണിം ഗഹനാശയഃ. തദനു സകലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം. അതിതമണിനാ
लभ्यं समेत्य भवानपि प्रमुदितमनाः तस्यैवादात् मणिं गगनाशयः. ശ്ലോകം 7 പദച്ഛേദം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയാത കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുഃ മണിം ആജഹാര. പ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാത കുരുൻ പ്രയാതേ. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാത കുരൂൻ പ്രയാതേ. ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാത കുരുൻ പ്രയാതേ. ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാത കുരൂൻ പ്രയാതേ. ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ശ്ലോകം 8 പദച്ഛേദം. ശോകാത് കുരൂൻ ഉപഗത അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയഃ താം. രത്നേ സശങ്ക ഇവ മൈഥിലഗേഹം ഏത്യ രാമോ ഗദാം സമശിശിക്ഷത ധാർത്തരാഷ്ട്രം. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്ത്വാം. ശോകാകുരുന്നുപഗതമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം. രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷദാർത്തരാഷ്ട്രം. രത്നേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷദാർത്തരാഷ്ട്രം. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്ത്വാം. രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷദാർത്തരാഷ്ട്രം. ശോകാകുരുന്നുപഗതമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം. രത്നേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷദാർത്തരാഷ്ട്രം. അടുത്തത് ശ്ലോകം 9 പദച്ഛേദം. അക്രൂര ഏഷ ഭഗവൻ ഭവദ് ഇച്ഛ ഏവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതഃ മണിമനാഹൃതവാൻ പുനഃ ത്വം തസ്യ ഏവ ഭൂതി ഉപദാതും ഇതി ബ്രുവന്തി. അക്രൂര ഏഷ ഭഗവാൻ ഭവദിച്ഛയൈവ സത്രാജിതകുചരിതസ്യ യുയോജ ഹിംസാം. അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയൈവ
सत्राजितकुचरितस्य युयोज हिंसाम् अक्रूरदो मणिमना कृतवान् पुनस्तं तस्यैव पूतिमुपदातुमिति ब्रुवन्ति अक्रूरदो मणिमना कृतवान् पुनस्त्वं तस्यैवं भूतिमुपदातुमिति ब्रुवन्ति अक्रूर एष भगवान् भगदिश्चयैव सत्राजितकुचरितस्य युयोज हिंसा अक्रूरदो मणिमना कृतवान् पुनस्तं तस्यैव पूतिमुपदातुमिति ब्रुवन्ति अक्रूर एष भगवन् भवदिच्छयैव सत्राजितकुचरितस्य युयोज हिंसा अक्रूरदो मणिमना कृतवान् पुनस्त्वं तस्यैवं भूतिमुपधातुमिति ब्रुवन्ति ശ്ലോകം 10 പദച്ഛേദം നോക്കാം. ഭക്തഃ ത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യ ഏവ കാ പദമതിഃ കഥം ഈശ ജാതാഃ വിജ്ഞാനവാൻ പ്രശമവാൻ അഹ ഇതി ഉദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഭക്തസ്ത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യൈവ കാ പദമതിഃ കഥമീശ ജാതാഃ. ഭക്തത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യൈവ കാ പദമതിഃ കഥമീശ ജാതാഃ. വിജ്ഞാനവാൻ പ്രശമവാനഃ നിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. വിജ്ഞാനവാൻ പ്രശമവാനഃ മൃത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഭക്തസ്ത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യൈവ കാ പദമതിഃ കഥമീശ ജാതാഃ. വിജ്ഞാനവാൻ പ്രശമവാനഃ മിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഭക്തത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യൈവ കാ പദമതിഃ കഥമീശ ജാതാഃ. വിജ്ഞാനവാൻ പ്രശമവാനഃ മൃത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ശ്ലോകം 11 പദച്ഛേദം. യാതം ഭയേന കൃതവർമ്മ യുതം പുനഃ തം ആഹൂയ തദ് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമകുചാന്തരശയഃ പവനേശ പായാഃ. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തഃ മാ ആഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തഃ മാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ. തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമകുചാന്തരശയഃ പവനേശ പായാഃ. തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമകുചാന്തശയന പവനേശ പായാഃ. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തഃ മാ ആഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ. തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമകുചാന്തരശയഃ പവനേശ പായാഃ. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തഃ മാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ. തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമകുചാന്തശയന പവനേശ പായാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം.
ഹരി ഓം. സമന്തോപകാരത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഭഗവാന്റെ രണ്ട് വിവാഹങ്ങൾ. ഒന്ന് സത്യഭാമയായിട്ടുള്ളതും മറ്റേത് ജാമ്പവതിയുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് സത്രാജിത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സൂര്യനെ ഉപാസിച്ചതിലൂടെ സൂര്യഭഗവാൻ അദ്ദേഹത്തിന് വരമായി നൽകിയതാണ് സമന്തകം എന്ന മണി. ആ സമന്തക മണിക്കൊരു 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, അത് ദിവസം 8 ഭാരം സ്വർണം തന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, അത് എവിടെ വെക്കുന്നുവോ അവിടെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതായത് ഇങ്ങനെ പ്രസവിച്ചു കൊണ്ടേയിരിക്കുകയാണ് മണി. അപ്പോൾ അത് പിന്നെ വേറൊന്ന് വെച്ചാല്, എവിടെ വെച്ചോ അവിടെ അന്ധകാരവുമില്ല, അത്രക്ക് പ്രകാശവും അതിന് ഉണ്ടായിരുന്നു. സത്രാജിത്തിന്റെ സെബന്ധകം കിട്ടിയതോടുകൂടി സത്രാജിത്തിന്റെ സമ്പത്തും ഐശ്വര്യവും എല്ലാം വർദ്ധിച്ചു. അദ്ദേഹം കുറച്ച് അഹങ്കാരിയായി മാറി. വീട്ടിലെവിടെ നോക്കിയാലും സ്വർണം. ഒരു ദിവസം ആ മണിയും കൊണ്ട് സത്രാജിത്ത് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു, ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക്. അതായത് എന്തെങ്കിലും വിലപിടിച്ച വസ്തുക്കൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ നമുക്കൊരു ആവേശം ഉണ്ടാകാറുണ്ട്. ആ ആവേശത്തോട് കൂടിയിട്ടാണ് ദ്വാരകയിലേക്ക് സത്രാജിത്ത് പുറപ്പെട്ടത്. ഈ മണി കണ്ടപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ലുബ്ധവത് അയാചി, അത് ഒരു പിശുക്കിനെ പോലെ യാചിച്ചു. എന്താ വെച്ചാൽ ആ മണി എനിക്ക് തരുമോ? കൃഷ്ണന് അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ആ മണിയുടെ അത്രത്തോളം സമ്പത്തും ഐശ്വര്യവും കൃഷ്ണനുണ്ട്. തത്കാരണം, ഇതാണ് ഇതിന് കാരണം, ആ ചോദിക്കാൻ കാരണം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ഭഗവാൻ വെറുതെ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. മമ ഭാതി, എനിക്ക് തോന്നുന്നു, ഭട്ടതിരിപ്പാട് ഇവിടെ പറയുകയാണ്, എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാല് സത്രാജിത്തിന് ഒരു മകളുണ്ട്. ആ മകളുടെ പേരാണ് സത്യഭാമ. ആ സത്യഭാമയ്ക്ക് ഭഗവാനെ വളരെ ഇഷ്ടമാണ്. ഭഗവാന് അനുരക്തയാണ് സത്യഭാമ. ആ സത്യഭാമയെ തന്നോട് ചേർക്കാനുള്ള ഒരു ഉപായമാണ് ഭഗവാന്റേത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് സത്യഭാമ ഭൂമിദേവിയുടെ വരദാനമാണ്. അപ്പോൾ ഭഗവാനുമായിട്ടാണ് അവൾ കൂടിച്ചേരേണ്ടത്. അതിനുള്ളൊരു നാടകമാണ് ഈ മണി എനിക്ക് തരുമോ എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ അല്പബുദ്ധിയായ സത്രാജിത്ത്, ഭഗവാന്റെ പ്രഭാവം അറിയാത്ത സത്രാജിത്ത്, അതായത് വരാൻ പോകുന്ന ദുരിതങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത സത്രാജിത്ത് ആ മണി ഭഗവാന് കൊടുത്തില്ല. ഞാൻ തരൂല എന്ന് പറഞ്ഞു. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് ആ മണി തന്റെ അനുജനായ പ്രസേനൻ കൊടുത്തു. ഗളംപോയി വഹാൻ, ആ പ്രസേനൻ അത് തന്റെ സ്വന്തം കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നായാട്ടിന് പുറപ്പെട്ടു. നായാട്ടിന് പോകുമ്പോൾ എടുക്കേണ്ട സാധനം തന്നെയാണ് മണി. അങ്ങനെ നായാട്ടിന് പോയ സമയത്ത് ഒരു സിംഹം മാംസഭ്രമവശാത്, ഇതൊരു മാംസ കഷ്ണമാണ് എന്ന് വിചാരിച്ചിട്ട് പ്രസേനനെ കൊന്നു. പ്രസേനൻ സഞ്ചരിച്ച കുതിരയെയും കൊന്നു. അങ്ങനെ ആ ശരീരം വലിച്ചുകൊണ്ട് പോകുമ്പോൾ കബീന്ദ്രഹ, കവികളുടെ ശ്രേഷ്ഠനായ ജാമ്പവാൻ, വാനര ശ്രേഷ്ഠനായ ജാമ്പവാൻ ആ സിംഹത്തെ കൊന്നിട്ട് മണിയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ സത്രാജിത്തിന്റെ കയ്യിൽ നിന്ന് പ്രസേനന് കിട്ടി, പ്രസേനന്റെ കയ്യിൽ നിന്ന് സിംഹം, ഇപ്പൊ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ജാമ്പവാന്റെ കയ്യിലേക്കും എത്തി. ആ ജാമ്പവാൻ അത് തന്റെ കുട്ടിക്ക് കളിക്കുവാൻ കൊടുത്തു. ആ മണിയുടെ വില അദ്ദേഹത്തിന് അറിയില്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് കളിക്കാൻ കൊടുത്തത്. പലപ്പോഴും വിലപിടിച്ച വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവന് തന്നെ വലിയൊരു ആപത്താണ് അല്ലെ. പണ്ടൊരു കാക്ക ഇത് എന്താ വെച്ചാല് ഇങ്ങനെ എച്ചിലൊക്കെ കൊത്തിപ്പറിക്കുന്ന സമയത്ത് അതിനൊരു മുളകിന്റെ തൊലി കിട്ടി. അതായത് കറിയിലേക്ക് ഇങ്ങനെ വറുത്തിടും നമ്മൾ, മുളകൊക്കെ വറുത്തിടുന്ന സമയത്ത് അത് എണ്ണയിൽ നല്ല ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിളക്കമുണ്ടായിരുന്നു ആ മുളകിന്റെ തൊലിക്ക്. അത് വെയിലടിച്ചപ്പോൾ അത് കൂടുതൽ പ്രകാശമായി. അപ്പോൾ കാക്കയ്ക്ക് തോന്നി എന്തോ വിലപിടിപ്പുള്ള ഒരു സാധനമാണിതെന്ന് തോന്നിയിട്ട് അത് കൊത്തിക്കൊണ്ടു പോയിട്ട് നേരെ കോലത്തിരി മഹാരാജാവിന്റെ രാജ്യസഭയിലേക്ക് പോയി. രാജ്യസഭ കൂടിയ സമയമായിരുന്നു. അങ്ങനെ മുമ്പിലിരുന്നിട്ട് അത് ചുണ്ടുന്നെടുത്ത് കാലിന്റെ നഖങ്ങളിലിടയിൽ വെച്ചിട്ട് കോലത്തിരി രാജാവോട് പറയുകയാണ്, എന്നോളം പൊന്നുണ്ടോ കോലത്തിരിക്ക്. കോലത്തിരി ആദ്യം അത് മൈൻഡാക്കിയില്ല, ആരും മൈൻഡാക്കിയില്ല, ഒരു കാക്കയല്ലേ പറയുന്നത്, മിണ്ടാതിരുന്നു. പിന്നെ ഇത് നിർത്തുന്നേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെ ഓടിക്കുക, ആ കാക്കയെ ഒന്ന് ഓടിക്കുന്നു പറഞ്ഞു ഭടന്മാരോട്. ഭടന്മാരെല്ലാം കൂടി കാക്കയെ ഓടിച്ചു. പിന്നെ വീണ്ടും ഇത് വന്നു, വീണ്ടും പറയുന്നു എന്നോളം പൊന്നുണ്ടോ കോലത്തിരിക്കുന്നു.
കോലത്തിരിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആ മുളകിന്റെ തൊലി എടുത്ത് ഇവിടെ കൊണ്ടക്ക്. അത് എത്ര അഹങ്കാരമോ കാക്കയ്ക്ക്. ഭടന്മാരെല്ലാം ചേർന്ന് ആ മുളക് തൊലിയെടുത്ത് കോലത്തിരി രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. കാക്ക പോയി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് കാക്ക പറയുകയാണ്, ഇല്ലാഞ്ഞിട്ടല്ലേ വാങ്ങിച്ചത് എന്ന്. വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര ഓടിച്ചു, പിന്നെയും വന്നു, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോലത്തിരിക്ക് വീണ്ടും ദേഷ്യം വന്നു. പറഞ്ഞു, ഭടന്മാർ പറഞ്ഞു, വേണ്ട, ശല്യത്തിൽ പോകട്ടെ, അതിന്റെ കൊക്കിൽ തന്നെ കൊണ്ടുവച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. വീണ്ടും ഭടന്മാരെ അതിന്റെ കൊക്കിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ഈ കാക്ക പറയുകയാണ്, പേടിച്ചിട്ടല്ലേ തന്നത്. വീണ്ടും ദേഷ്യം വന്നു രാജാവ്. രാജാവ് പറഞ്ഞു, ഭടന്മാരോട് പറഞ്ഞു, അതിനെ വടിയെടുത്ത് അടിച്ചു കൊല്ല് കാക്കേനാണ്. അങ്ങനെ കാക്കയെ കൊന്നു. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വില കൂടിയ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ആപത്ത് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും കാണാൻ പോകുന്നത്. അങ്ങനെ പ്രസേനൻ മടങ്ങി വരാത്തപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, പ്രസേനൻ കാട്ടിലേക്ക് പോയ പ്രസേനൻ തിരിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്നത് കാണാത്തപ്പോൾ ജനാഹൃത്വം, ജനങ്ങളോട് പറയുകയാണ് സത്രാജിത്ത്. എന്താണെന്ന് കഴിച്ചാൽ മണി കക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസേനനെ കൊന്നു. എന്നിട്ട് ആ മണി കൈക്കലാക്കിയിട്ടുണ്ട് കൃഷ്ണൻ എന്ന്. അതെ, കള്ളത്തരം ചെറുപ്പം മുതലേ ഉണ്ട് ശ്രീകൃഷ്ണന്. അല്ലെ, പാല് കെട്ടു, വെണ്ണ കെട്ടു, വസ്ത്രം കെട്ടു, അങ്ങനെ കക്കാൻ വളരെ മിടുക്കുള്ള ഒരാളാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള അപവാദം വന്നപ്പോൾ അത് ജനങ്ങളെല്ലാം വിശ്വസിക്കുകയാണ് ചെയ്തത്. അല്ലെ, ഇവിടെ പറയുകയാണ് വട്ടതിരിപ്പാട്, നല്ല ഗുണമുള്ളവർക്ക്, ഗുണിനാം സർവ്വഗുണങ്ങളുമുള്ള ഒരാൾക്ക് ഒരു ചെറിയ ദോഷത്തിന് ചെറിയ കണി കണ്ടാൽ അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പരത്തും. അല്ലെ, അത് ജനങ്ങൾ പീയൂഷം ഭവതി, അത് അമൃത തുല്യമാക്കും ജനങ്ങൾ. അല്ലെ, അവർക്കൊരു രസമാണിത്, നല്ല ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അതങ്ങനെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തോന്നി. ഭഗവാൻ പ്രസേനനെ കൊന്നു, കൊലപാതകിയാക്കി, കള്ളനാക്കി, എല്ലാം ആക്കി. നാട്ടിൽ മുഴുവൻ അത് പാട്ടായി. ബലരാമന്റെ ചെവിയിലും ഇത് എത്തി. ബലരാമൻ കൊട്ടാരത്തിലേക്ക് കൃഷ്ണനോട് പറയുകയാണ്, കണ്ണൻ എന്താ ഇത്, നടക്കാൻ പറ്റുന്നില്ല, വഴി നടക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പറയുന്നു കൃഷ്ണൻ കൊലപാതകിയാണ്, കള്ളനാണ് എന്നൊക്കെ, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കൃഷ്ണൻ ആണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊന്നും പ്രതികരിക്കാനൊന്നും കൃഷ്ണൻ പോകുന്നില്ല. പക്ഷെ ബലരാമൻ പറയുകയാണ്, പറയ ആൾക്കാരോട്, ഞാനല്ല കൊന്നത്, എന്റെ അടുത്ത് മണിയില്ലാന്ന് നീ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മേലെ അപവാദങ്ങൾ വരുമ്പോൾ നാം അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെ, നമുക്കറിയാം മാതാ അമൃതാനന്ദമയി, അല്ലെ, അവര് കുട്ടിക്കാലത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു അവർക്ക്. അവരൊരു സാധാരണ മുക്കുവ കുടുംബത്തിലാണ് ജനിച്ചത്. അവരുടെ മാതാപിതാക്കള് മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവർക്ക് ചുറ്റുപാടും ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് അവർ ഇങ്ങനെ വളർന്നു വന്നത്. സുധാമണി എന്നായിരുന്നു അവരുടെ പേര്. അവർ ഈ ഒരു ആത്മീയ ചരിത്ര പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നതേ ഇല്ല. എന്നിട്ടും അവർ ആ ആത്മീയതയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. അല്ലെ, ആ മാറിപ്പോകുന്ന സമയത്ത് അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ജനങ്ങൾ, അവരുടെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുകയാണ്, ഇവർക്ക് ഭ്രാന്താണ്, ഒരു കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവർ വേശ്യയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. അവരെ കല്ലെറിഞ്ഞു. എന്നിട്ടും അവർ അതിനൊന്നും, അല്ലെ, തനിക്ക് എതിരെയുള്ള അപവാദങ്ങൾക്കൊന്നും നേരെ പൊട്ടിത്തെറിക്കുവാനോ കരയുവാനോ അല്ലെങ്കിൽ ഓടി ഒളിക്കാനോ ഒന്നും അവർ പോയില്ല. തന്റെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു കൊടുത്തു. അല്ലെ, അവർ ഇന്ന് ലോക മാതാവാണ്. സുധാമണിയിൽ നിന്ന് അമൃതാനന്ദമയിലേക്കുള്ള അന്തരം ഒരുപാടുണ്ടായിരുന്നു. ആ ജീവിതത്തിൽ തളരാതെ അവർ മുന്നോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അമ്മയെ നിന്ന് കിട്ടിയത്. അല്ലെ, സമയമുണ്ടെങ്കിൽ എല്ലാവരും മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിത്രം ഒന്ന് വായിക്കുക, അപ്പോൾ മനസ്സിലാവും കൂടുതൽ. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, അല്ലെ, ഒരു ആന നടന്നു പോകുമ്പോൾ പട്ടികൾ പുറകിൽ നിന്ന് കുരച്ചാൽ ആ ആന ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല, അത് മുന്നോട്ട് തന്നെ പോകും ധൈര്യത്തോടെ. അതുപോലെ എന്താണ്, തീയിൽ മുളച്ചത്, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. വെയിലത്ത് വാടുന്നത് എവിടെ മുളച്ചതാണ്? വെള്ളത്തിൽ മുളച്ചത് വെയിലത്ത് എന്തായാലും വാടും. അങ്ങനെ സർവജ്ഞനായ എല്ലാം അറിയുന്ന ഭഗവാൻ ഇതിനൊരു പരിഹാരി അപവാദങ്ങൾ കേട്ടൊന്നും വിഷമിക്കാതെ പുഞ്ചിരിയോടുകൂടി തന്റെ അനുയായികളെയൊക്കെ കൂട്ടിയിട്ട്, ആളുകളെയൊക്കെ കൂട്ടിയിട്ട് കാട്ടിലെ പ്രസേനനെ തേടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പ്രസേനന്റെ ശവശരീരം അവിടെ കാണുന്നുണ്ട്. കുതിരയുടെ ശവശരീരം കണ്ടു, സിംഹത്തെ കണ്ടു. കുറച്ച് നോക്കിയപ്പോൾ ഒരു വാനരന്റെ കാൽപ്പാടുകൾ കാണുകയും ചെയ്തു. അങ്ങനെ അതിലൂടെ ആ കാൽപ്പാടുകൾ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗുഹയിലേക്ക് എത്തുകയും ചെയ്തു. ജാംബവാന്റെ ഗുഹയായിരുന്നു അത്. ജാംബവാൻ എന്ന് വെച്ചാല് വളരെയധികം പ്രായം ശ്രീരാമന്റെ കാലത്തേ ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്,
അതിവയഹ, കൂടുതൽ പ്രായം, വൃദ്ധനായിരുന്നു ജാംബവാൻ. അദ്ദേഹത്തിന് കണ്ണുകളൊന്നും, കാഴ്ചശക്തിയൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ആരാണെന്ന്. അദ്ദേഹം ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുകയാണ്, യുദ്ധത്തിന് വരികയാണ്. രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം തുടങ്ങി. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ശ്രീരാമന്റെ ഭക്തനാണ്. സ്വയം പറയുന്നു, മുകുന്ദ ശരണം, ശ്രീരാമ പാദത്തിൽ ശരണം നേടിയവനാണ് ഞാൻ. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല, ഞാൻ അത്രയ്ക്ക് ശക്തിമാനാണ് പറയുകയാണ്. വിഭോ രഘുപതി ഹരേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭഗവാനെ എന്നെ പ്രഹരിക്കുകയാണ്, ഒരുപാട് അടിക്കുന്നു. ആ പ്രഹരത്തിൽ അത്യധികമായ മുഷ്ടി പ്രഹരണങ്ങളാൽ വളരെ നേരം ആ ഭക്തോത്തമൻ ഭഗവാന് അർച്ചന, സമർച്ചനം എന്നാണ് ഇവിടെ പറയുന്നത്, അർച്ചന ചെയ്തു എന്നാണ് പറയുന്നത്. ആ ജാംബവാന്റെ ആ മുഷ്ടിപ്രകാരം ഒരു അർച്ചനയായിട്ട്, അർച്ചന നമ്മൾ ദേവപ്രീതിക്കായി നടത്തുന്നതാണ്. പക്ഷെ ഇവിടെ ജാംബവാന്റെ മുഷ്ടി പ്രകാരത്തെ അർച്ചന എന്ന് പറയാൻ കാരണം ജാംബവാൻ അത്രക്കും ഭക്തനാണ്, ശ്രീരാമ ഭക്തനാണ്. അപ്പോൾ ആ കൃഷ്ണന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ചെയ്തത്. അതിൽ കൃഷ്ണന് പ്രീതി ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അത് അർച്ചന എന്ന് പറയാൻ കാരണം. ഒരുപാട് മുഷ്ടി കൊണ്ട് ഇടിച്ചു. അവസാനം 28 ദിവസത്തോളം ആ യുദ്ധം അങ്ങനെ നീണ്ടുപോയി. ഇവിടെ ദ്വാരകയിലൊക്കെ ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്, ഭഗവാൻ മണിയും കൊണ്ട് ഭഗവാൻ മുങ്ങിയൊന്നൊക്കെ ആരും അറിയില്ലല്ലോ. അവരെന്താ വിചാരിക്കുക, ഭഗവാന് പോകേണ്ടതുണ്ട് ദ്വാരകയിലേക്ക്. അപ്പോൾ ഭഗവാൻ ഒറ്റൊരു ഇടി കൊടുത്തു ജാംബവാന്, മതിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രീരാമന്റെ സ്റ്റേജിലാണ് ലടിക്കുന്നത്. ഇത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, അദ്ദേഹം ശ്രീരാമന്റെ പ്രതിപുരുഷനാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ കാൽക്കൽ വീഴുകയാണ്. ആ കുറ്റബോധം ഉണ്ടായി, ഭഗവാന് കുറെ സമയം ഇടിച്ചു. ആ കുറ്റബോധത്തലത്തില് അദ്ദേഹത്തിന് വളരെയധികം ഇതുണ്ടായി. അങ്ങനെ ആ സമന്തകമണി ഭഗവാന് കൊടുക്കുകയാണ്. ഭഗവാന് കൂടാതെ അദ്ദേഹത്തിന് മകളായ ജാംബവതി, അതീവ സുന്ദരിയായ ജാംബവതിയെയും ഭഗവാന് കൊടുക്കുന്നു. അങ്ങനെ ഭഗവാന് മണിയും കിട്ടി, മണി പോലത്തെ ഒരു പെണ്ണിനെയും കിട്ടി. ഇതുവരെയാണ് ഇതുവരെയുള്ള സാരാംശം. ബാക്കി ഭാഗങ്ങൾ ജയശ്രീയക്ക പറയുകയാണ്. ഹരിയോം. ജയശ്രീയക്ക. ഹരിയോം. 6ാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം നമുക്ക് നോക്കാം. അപ്പോൾ ബുദ്ധിശക്തി ഉണ്ടായ സത്രാജിത്ത് ലജ്ജാവിവശനാവുകയും അതിസുന്ദരിയും മറ്റൊരാൾക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നതുമായ ആ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതുമായ സത്യഭാമയെ സ്യമന്തക രത്നത്തോടു കൂടി ഭഗവാന് തിരികെ കൊടുക്കുകയും ചെയ്തു. ഗഹനബുദ്ധിയായ അങ്ങ് ലഭിക്കാൻ അർഹതയുള്ള സത്യഭാമയെ മാത്രം സ്വീകരിക്കുകയും സന്തോഷപൂർവ്വം രത്നം അവന് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്തു. ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തദനു, അതിനുശേഷം ധീമാൻ ബുദ്ധിശാലിയായിട്ടുള്ള സത്രാജിത്ത് ആകട്ടെ ലജ്ജയാൽ പശ്ചാത്താപ വിവശനായിപ്പോയി. കാരണം ഭഗവാനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു ഭഗവാനെ അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നോർത്ത് ലജ്ജ ഉണ്ടാവുകയും തന്റെ മകൾ സത്യഭാമ മാൻപേട കണ്ണുകളോടുകൂടിയ ആ സത്യഭാമയെ മറ്റൊരാൾക്ക് വാക്കുകൊണ്ട് പറഞ്ഞുറപ്പിച്ചതായിരുന്നു. എന്നിട്ടും തന്റെ മകളെയും സ്യമന്തക മണിയോടൊപ്പം ഭഗവാന് കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ ആദ്യം മണി ചോദിച്ചിരുന്നു, അത് കാര്യം ശരിയാണ്. പക്ഷേ ഭഗവാൻ എന്താണ് കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് അറിയില്ല, നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഭഗവാൻ തനിക്ക് കിട്ടേണ്ട ആ കന്യകയെ മാത്രമേ സ്വീകരിച്ചുള്ളൂ. സ്യമന്തക രത്നത്തെക്കാൾ വില പിടിച്ചതായിട്ട് ഭഗവാൻ സ്വീകരിച്ചത് സത്യഭാമയെയാണ്. അത് കിട്ടേണ്ടത് കിട്ടി എന്നതിനാൽ അത്യന്തം സന്തുഷ്ടനായിട്ട് മണി തിരികെ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ കണക്കുകൂട്ടൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 7ാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം നമുക്ക് ഒന്ന് നോക്കാം. അത് ലജ്ജാകുലയായ സത്യഭാമയുമൊത്ത് രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ പെട്ടു ദഹിച്ചു പോയി എന്ന വാർത്ത കേട്ട് അങ്ങ് കൗരവ രാജധാനിയായ ഹസ്തിനപുരത്തിലേക്ക് പോയപ്പോൾ അക്രൂരന്റെയും കൃതവർമാവിന്റെയും വാക്കുകളാൽ പ്രേരിപ്പിക്കപ്പെട്ട ശതധന്വാവ്
സത്രാജിത്തിനെ നിഗ്രഹിച്ചു, രത്നം അപഹരിച്ചു. കഷ്ടം എന്ന് പറയുകയാണ്. ഏഴാമത്തെ പദ്യത്തിന്റെയും വൃത്തം വസന്ത തിലകമാണ്. തൊയ് ഭഗവാനെ, അങ്ങ് ലജ്ജാശീലയായ സത്യഭാമയുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുക. ആ അവസരത്തിൽ അറിയുകയാണ് പാണ്ഡവന്മാര് അരക്കല്ലത്തിൽ വെച്ച് ചുട്ടുകളഞ്ഞു എന്ന വാർത്ത. ഹസ്തിനപുരിയിൽ നിന്നും ദ്വാരകയിൽ ഇരിക്കുന്ന ഭഗവാൻ അറിഞ്ഞു. അതാ ആ സമയത്ത് ആ വാർത്ത ഭഗവാൻ ഉടനെ തന്നെ കേട്ട് ഹസ്തിനപുരയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതേ സമയം ഇവിടെ മറ്റൊരു അഹിതമായ ആപത്ത് കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ശതധന്വാവിന് സത്യഭാമയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വാക്കുറപ്പിച്ചു പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഈ ശതധന്വാവ് അക്രൂരന്റെയും കൃതവർമാവിന്റെയും വാക്കുകൾ കേട്ട് സത്രാജിത്തിനെ നിഗ്രഹിച്ച് സ്യമന്തക മണിരത്നം അപഹരിക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. എട്ടാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം: അങ്ങനെ ശോകാകുലയായി ഹസ്തിനപുരത്തിൽ എത്തിയ പത്നിയെ കണ്ടിട്ട് അപ്പോ സത്യഭാമ അച്ഛന്റെ ആ മരണം അത് കൊണ്ട് ശോകാകുലയായ സത്യഭാമ ഒറ്റയ്ക്ക് ഹസ്തിനപുരിയിലേക്ക് കുതിരപ്പുറത്ത് കയറി പോവുകയാണ് ചെയ്തത്. ഹസ്തിനപുരത്തിൽ എത്തിയ പത്നിയെ കണ്ട് ഉടനെ ശതധന്വാവിനെ വധിച്ച് അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ. രത്നത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടായ ബലരാമൻ മിഥില രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിച്ച് ജീവിച്ചു. കുറച്ച് ലളിതമായിട്ട് പറയുമ്പോൾ തന്റെ അച്ഛനായ സത്രാജിത്തിനെ കൊല്ലപ്പെട്ടു എന്നുള്ള ആ ശോക ഭാവം കൊണ്ട് ഭഗവാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടും ഭഗവാനെ വിവരം അറിയിക്കാൻ ആ ഹസ്തിനപുരത്തിലേക്ക് സത്യഭാമ പോവുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ചെന്ന ആ സത്യഭാമയെ കണ്ടിട്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ശതധന്വാവിനെ കൊന്ന് ഭഗവാൻ സത്യഭാമയെ സന്തോഷിപ്പിക്കുന്നു. ശതധന്വാവ് മണി കൃതധന്വാവിനെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൃതധന്വാവ് വാങ്ങിയില്ല. അപ്പോ അക്രൂരനെ ഏൽപ്പിച്ചതിന് ശേഷം ശതധന്വാവ് എങ്ങോട്ടെങ്കിലും പോകുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ് ചെയ്തത്. ആ പോയപ്പോൾ കുതിരപ്പുറത്ത് കയറി പോയപ്പോൾ മിഥിലാപുരിയിലെ ഉപവനത്തിൽ എത്തുകയും അവിടെ വെച്ച് ആ കുതിരയ്ക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവുകയും കുതിര തളർന്നു വീഴുകയും ചെയ്തു. മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ആ ശതധന്വാവ് അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം എന്നുള്ള ഇതില് ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഭഗവാൻ ആ ശതധന്വാവിനെ ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. അങ്ങനെ സത്യഭാമയെ സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഭഗവാൻ വീണ്ടും സംശയത്തിനിടയാവുകയാണ് ചെയ്തത്. ബലരാമൻ എന്ന സ്വന്തം ജ്യേഷ്ഠനാൽ ബലരാമന് ഭഗവാനെ സംശയിക്കാൻ കാരണം ശതധന്വാവിനെ വധിച്ചപ്പോൾ ശതധന്വാവിന്റെ അടുത്ത് രത്നം ഉണ്ടായിരുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടും ബലരാമന് വിശ്വാസം വന്നില്ല. ഞാൻ ഇവിടെ നിന്നും കുറച്ചു നാൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മിഥിലാപുരിയിൽ പോയിട്ട് ദുര്യോധനാദികളെ ഗദായുദ്ധം പഠിപ്പിച്ച് അവിടെ കഴിഞ്ഞുകൂടി. അപ്പോ എല്ലാവരെയും ഭഗവാന് വിശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോ 9ാമത്തെ ശ്ലോകം: ഭഗവാനെ, അങ്ങയുടെ ഭക്തനും മിത്രവുമായ അക്രൂരൻ അങ്ങയുടെ തന്നെ ഇച്ഛ മൂലമാണ് ദുർവൃത്തനായ സത്രാജിത്തിനെ നിഗ്രഹിക്കാനുള്ള സാധ്യതകൾ സൃഷ്ടിച്ചത്. അവന് ക്ഷേമം ഉണ്ടാകുവാൻ വേണ്ടി അങ്ങ് അവന്റെ കയ്യിൽ നിന്നും സ്യമന്തക രത്നം മടക്കി വാങ്ങിയില്ലെന്നാണ് ഇതിന്റെ അഭിജ്ഞമതം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് അപവാദം പറഞ്ഞു വരുത്തിയ സത്രാജിത്തിന്റെ ഹിംസയിലേക്ക് ആ ഹിംസ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയും ഭഗവാൻ തന്നെ അക്രൂരനെ തിരികെ കൊണ്ടുവന്ന് എന്നാൽ അക്രൂരന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ സ്യമന്തകമണി തിരിച്ചെടുക്കുന്നുമില്ല. അക്രൂരന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുവാനാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. ഇവിടെ
അക്രൂരനെ ഭഗവാൻ മൊത്തത്തിലൊന്ന് പരിശുദ്ധീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്യമന്തകരത്നത്തിന്റെ അധികാരിയാക്കി മാറ്റുകയും ചെയ്തു എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലാതെ അക്രൂരനെ പോലെ ഒരു പരമഭക്തനായ ഒരാൾക്ക് ഒരിക്കലും ഭഗവാനോട് ഒരു ദുർബുദ്ധി ഉണ്ടാകുവാനോ സാധ്യതയില്ല. ഇതെല്ലാം അങ്ങയുടെ ഇച്ഛയാണ് എന്ന് ഭട്ടതിരിപ്പാട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 10ാമത്തെ ശ്ലോകം, അതിന്റെ സാരാംശം നമുക്ക് നോക്കാം. അക്രൂരൻ ഒരു ഭഗവാന്റെ ഒരു ഉറച്ച ഭക്തനാണ്. ഹേ ഈശ്വര, അങ്ങനെയുള്ള ഒരുവന് എങ്ങനെ ദുരാഗ്രഹമുണ്ടാകും? ഞാൻ വിജ്ഞാനിയും മനസ്സംയമനം നേടിയവനുമാണെന്ന അവന്റെ അഹങ്കാര വർധനവ് നശിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് തീർച്ച എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അല്ലയോ ഭഗവാനെ, അക്രൂരന് അങ്ങയിൽ സ്ഥിരമായിട്ടുള്ള ഭക്തനാണല്ലോ, ഒരു സ്ഥിരചിത്തനായ ഒരു ഭക്തനാണ്. അങ്ങനെയുള്ള അക്രൂരനിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്? അക്രൂരന്റെ മനസ്സിൽ ഒരു ലേശം ഒരു അഹങ്കാരം ഉണ്ടായി. അത് ശമിപ്പിക്കാൻ വേണ്ടി അങ്ങ് തന്നെയാണ് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത്. അക്രൂരനെ പരിശുദ്ധനാക്കുന്നതിന് വേണ്ടി അങ്ങ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. അപ്പോ 11ാമത്തെ ശ്ലോകത്തിൽ കൃതവർമാവിനോടുകൂടി ഭയന്നോടിയ അക്രൂരനെ അങ്ങ് ദൂതൻ അയച്ചു വരുത്തുകയും അവൻ സൂക്ഷിച്ചിട്ടുള്ള രത്നത്തെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. കർമ്മവ്രത പരായണനായ അവന് തന്നെ അങ്ങ് അത് കൊടുത്തതിന് ശേഷം സത്യഭാമയോടുകൂടി ആനന്ദപൂർവ്വം ജീവിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ പരിപാലിക്കണേ എന്ന് പറയാണ്. ലളിതമായിട്ട് പറയുമ്പം ഭയം കൊണ്ട് കൃതവർമാവിനോടൊപ്പം അക്രൂരൻ ഓടിപ്പോയി എന്ന് പറയുന്നു. പക്ഷെ അക്രൂരൻ കുറെ നാൾ കാശിയിൽ പോയി മാനസാന്തരപ്പെടുകയും അവിടെ തപസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഭഗവാൻ അവിടെ ആളിനെ അയച്ച് തിരികെ വിളിച്ചു വരുത്തി അക്രൂരന്റെ കയ്യിൽ നിന്ന് ശതധന്വാവ് ഏൽപ്പിച്ചിരുന്ന ആ രത്നം പ്രകാശിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ അക്രൂരന് തന്നെ അദ്ദേഹം തിരിച്ച് സന്തോഷത്തോടുകൂടി ആ സ്യമന്തകരത്നം തിരിച്ചു കൊടുത്തതിന് ശേഷം തന്റെ സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമം അനുഭവിക്കുന്ന പവനേശ ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നെ കാത്തരുളയണമേ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി ഈ 11ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് ഇവിടെ. ഹരിയോം. ഇവിടെ നമ്മൾ കണ്ടത് സത്രാജിത്തിന്റെ വരപ്രസാദമായിരുന്നു. സൂര്യഭഗവാനിൽ നിന്ന് കിട്ടിയ ഒരു വരപ്രസാദമാണ്. അപ്പൊ നമ്മൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ അതിനെ ദുരുപയോഗപ്പെടുത്താതെ അത് സദുപയോഗപ്പെടുത്തുക. അതിൽ നിന്നും കിട്ടുന്ന ആ ലഭ്യമാകുന്ന കാര്യങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കായി സമർപ്പണം ചെയ്യാം. ഇവിടെ സത്രാജിത്ത് തന്റെ അനിയൻ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അനിയൻ അത് അർഹതപ്പെട്ടതല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് ധരിച്ച് കാട്ടില് പോകുന്നു. സിംഹം മാംസമാണെന്ന് കരുതി അദ്ദേഹത്തെ കൊല്ലുന്നു, അത് കൈക്കലാക്കുന്നു. വീണ്ടും ജാംബവാൻ അത് കണ്ടുകൊണ്ട് അത് നിസ്സാരമായിട്ട് തന്റെ കുട്ടിക്ക് അത് എടുത്ത് ആ സിംഹത്തെ കൊന്ന് എടുത്ത് അതിനെ നിസ്സാരമായിട്ട് തന്റെ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം, നമുക്ക് അർഹപ്പെട്ട ഒരു സ്ഥാനമോ ഒരു കാര്യങ്ങളോ ലഭിക്കുമ്പോൾ അതിനെ ദുരുപയോഗപ്പെടുത്താതെ നല്ല പോലെ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങള് നമുക്ക് പണമായാലും എന്തായാലും നല്ല പോലെ ഉണ്ടാക്കാം, മറ്റുള്ളവർക്കായി സമർപ്പണം ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗം നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടായിരിക്കും, നമ്മൾ അത് അധ്വാനിച്ച് നമ്മൾ പഠിച്ച് അത് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമോ? അതിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് അർഹതപ്പെട്ടത് എടുക്കുക, ആവശ്യത്തിനുള്ളത് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അത് മറ്റുള്ളവർക്കായി സമർപ്പണം ചെയ്യുക. അത്രയേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു തത്വം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ഒരു നല്ലവരായിട്ടുള്ളവർക്ക് ഒരു ചെറിയ കളങ്കം, അത് തെറ്റിദ്ധാരണയായിരിക്കാം, അത് പറഞ്ഞു പരത്താൻ ഒരുപാട് ആൾക്കാരാണ്. എന്താന്ന് വെച്ചാല് അദ്ദേഹത്തെ നിഷിക്കാൻ എല്ലാവരുടെയും ഒരു ശ്രമം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെയാണ് മോശപ്പെട്ടവർക്ക് ഒരു നല്ല കാര്യം കിട്ടിയാലും അതും അതുപോലെ തന്നെ പറഞ്ഞ് നല്ലതായിട്ട് അത് പറഞ്ഞു പരത്തുന്നു.
അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല അത് നല്ല കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഈ നല്ലവരായിട്ടുള്ളവരെ നിശ്ചയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നല്ല സത്യസന്ധനായ നമുക്ക് പല സിനിമകളിൽ നിന്നും കാണാൻ സാധിക്കും. സത്യസന്ധനായിട്ട് നടക്കും, അത് കഴിഞ്ഞിട്ടോ അതൊരു ചെറിയ കാരണം കിട്ടും, അദ്ദേഹം അത് ചെയ്തു കാണില്ല, മനസ്സാവാച അറിഞ്ഞു കാണില്ല, എന്നാലും അദ്ദേഹത്തെ പറഞ്ഞ് അത് മോശപ്പെടുത്തി ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ എന്ത് വെച്ചാൽ എന്താ, നമ്മളെപ്പോഴും സൂക്ഷിച്ചും കണ്ടും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവാ. എപ്പോഴാണ് നമുക്ക് വീഴ്ച വരിക എന്ന് അറിയില്ല, എപ്പോഴാണ് നമ്മുടെ മേലെ ഓരോന്ന് പതിക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ നമുക്കിപ്പോ ഈ സത്രാജിത്തിന്റെ ഒരു കഥ നല്ലൊരു കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന് സത്യഭാമയെയും അതുപോലെ ജാമ്പവതിയുടെ ആ ഒരു അവിടെ ജാമ്പവാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ജാമ്പവതിയെയും ലഭിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എന്താണ് ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം ലഭിക്കുന്നു എന്ന് മാത്രമേ കരുതാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് പോയോടത്തുനിന്നൊക്കെ ഓരോ സ്ത്രീകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ഭഗവാന്റെ കണ്ണന്റെ കാര്യങ്ങള്. പക്ഷെ അതല്ല, ഭഗവാൻ എല്ലാവരെയും ആ സ്വീകരിക്കാനും ആ സംരക്ഷിക്കാനും ഉള്ള ഭഗവാന്റെ ആ ഒരു സന്മനോഭാവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഞങ്ങൾക്ക് പിന്നെ പറയാനൊക്കെ സാധിച്ചു. അതിനൊക്കെ അവസരം തന്നതിന് നന്ദി പറയാണ്. ഹരിയോം. ഹരിയോം. സമർപ്പണ ശ്ലോകത്തിനായി കനകലക്ഷ്മി അക്കയെ ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം. സമർപ്പണ ശ്ലോകം. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം നമോ നാരായണായ. ഹരിയോം. ഹരിയോം. നാരായണീയ പഠനം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. വളരെ സ്ഫുടതയോടെ ശ്ലോകം ചൊല്ലിത്തന്ന രമാക്കയ്ക്കും ഭംഗിയായി ആവർത്തിച്ച് ചൊല്ലിയ എല്ലാ അക്കമാർക്കും അണ്ണന്മാർക്കും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്ന് വളരെ നല്ല രീതിയിൽ വിശദീകരണം തന്ന വിജിതാക്കയ്ക്കും ജയശ്രീ അക്കയ്ക്കും സമർപ്പണ ശ്ലോകം ചൊല്ലിയ കനകലക്ഷ്മി അക്കയ്ക്കും എല്ലാവരുടെ പേരിലും നന്ദി. SPYSSന്റെ മുഖ്യ പ്രമുഖരായ ഗോപണ്ണനും ചിഞ്ചാക്കയ്ക്കും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നാരായണീയം നമ്മളിൽ എല്ലാവരിലും എത്തിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഇന്ദിരാക്കയ്ക്കും SPYSSന്റെ എല്ലാ പരിപാടികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിക്കുന്ന സുനൈനാക്കയ്ക്കും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഭക്തിസാന്ദ്രമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന സമിതിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലുവാനായി രാകേഷ് അണ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അണ്ണനും നന്ദി അറിയിക്കുന്നു. ഹരിയോ അണ്ണ. ഹരിയോമക്ക. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നമസ്കാര സ്ഥിതി കണ്ണുകളടച്ചുകൊണ്ട്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം.